തൃശൂർ നഗരത്തെ ഇളക്കി മറിച്ച ബോൺ നഥാലെ 170 ഇടവകകളിൽ നിന്ന് 15,000 പാപ്പമാർ അണിനിരന്നു. നിശ്ചല ദൃശ്യങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. തൃശൂർ സെന്റ് തോമസ് കോളേജിന് മുന്നിൽ നിന്നും സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, അവിടെ ആകെ കളറാണല്ലേ? ആ ആഘോഷങ്ങളുടെ കൂടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞ ബുള്ളറ്റിനിലൊക്കെ. ഇപ്പോഴും അവിടെ ആഘോഷം തുടരുകയാണോ? എൻ്റെ ലക്ഷ്മി, എന്തൊരു കളറാണെന്നോ ഈ കാണുന്ന ചുവപ്പും വെള്ളയും എല്ലാം കലർന്ന് ഒരു കൂട്ട പപ്പാമാർ, അതും 15,000-ലധികം പപ്പാമാർ ഇങ്ങനെ നിരന്നിരിക്കുന്നുള്ള ഈ നിപ്പൊന്നും കാണണ്ട. ഈ ഡാൻസ് പാട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറില്ലേ? അപ്പൊ ഫയറാവും. എത്ര ഡാൻസ് കളിച്ചപ്പോ? അത്യാവശ്യത്തിന് അങ്ങോട്ട് കളിച്ച് തകർക്കന്നെ. അടിച്ചു തകർക്കണോ? എല്ലാവരും ഫുൾ വൈബിലാണോ? അത് തന്നെയാണ് ലക്ഷ്മി. അത് ചിരിയൊക്കെ കണ്ടില്ല. എങ്ങനെയാണ്? ഫുൾ വൈബിലാണോ? അത് തന്നെയാണ്. എല്ലാവരും അവര് ആവേശം ഇങ്ങനെ ആകാശത്തോളം എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിലാണ് നല്ല മനോഹരമായൊരു കാഴ്ച. പട്ടിക്കാട് ഫെറോന മാതൃദേവവേദിയുടെ എത്ര പേരുണ്ട്? 34 ആള്. മാർഗം കളിയാണോ? അല്ല, സാധാ. എല്ലാവരും ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്? ഇല്ലാണ്ട് പിന്നെ. എത്ര ദിവസമായി പ്രാക്ടീസ്? ഒറ്റ ദിവസത്തെ പ്രാക്ടീസ്. ഒറ്റ ദിവസമോ? അത്രയും കഴിവുള്ള ആളുകളാണിത്? അങ്ങനെ കഴിവുകളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ഇഷ്ടത്തോടുകൂടെ നമ്മൾ കളിക്കാൻ തുടങ്ങണം. അപ്പൊ പിന്നെ എങ്ങനെയാ ഉള്ള സമയങ്ങളുടെ ജോലികളിൽ പോയതിന് ശേഷം കുറച്ച് സമയം കിട്ടുന്നതുകൊണ്ട് പഠിച്ചതാണ്. അമ്മച്ചി എത്ര വയസ്സുണ്ട്? 75 വയസ്സിലും ലക്ഷ്മി, ഇതൊക്കെയാണ് കാഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ 75 വയസ്സിലും തൃശ്ശൂർ നഗരത്തിന് മധ്യത്തിൽ വന്ന് നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ വർഷവും വരാറുണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണോ? എല്ലാ വർഷവും വരാറുണ്ട്. ബൈബിളാണ്. ബൈബിളൊക്കെ ഇട്ടേക്കുന്ന ആവേശത്തോടു കൂടി നിൽക്കണേ. 75 ചേച്ചിമാരൊക്കെ സെറ്റായിട്ട് നിൽക്കണേ. പാട്ട് വന്നു കഴിഞ്ഞാൽ സ്വഭാവം മാറും ഉറപ്പായും. എന്താ ലക്ഷ്മി? 2 സ്റ്റെപ്പ് നമ്മൾക്ക് വേണ്ടി അവിടെ ഇടാൻ പറയുമോന്ന്? ലക്ഷ്മി കേൾക്കുന്നില്ല. 2 സ്റ്റെപ്പേ നമുക്ക് വേണ്ടി, ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് വേണ്ടി 2 സ്റ്റെപ്പ് അവിടെ വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ. നിങ്ങൾ പാട്ട് വന്നാലേ ഡാൻസ് കളിക്കുള്ളൂ? അത് പറയാം, തീർച്ചയായിട്ടും പറയാം. ഹലോ, 2 സ്റ്റെപ്പ് ഡാൻസ് കളിക്കോ? ഒന്ന് പാട്ട് വയ്ക്കണം. തൽക്കാലം 2 സ്റ്റെപ്പ് കളിക്ക്. ഇത് ആളുകൾ കണ്ടിരിക്കണേണ്. 2 സ്റ്റെപ്പ് കളിക്കോ? 2 സ്റ്റെപ്പ് കളിക്കോ? മോനെ ഇങ്ങോട്ട് വാ. അതെ, അമ്മച്ചി അടിപൊളിയായിട്ട് 2 സ്റ്റെപ്പ് കാണിച്ചിട്ടേ വിടുള്ളൂന്നാ. അങ്ങനെ തുടങ്ങിക്കോ. ലക്ഷ്മി, 75 വയസ്സാണ്. അതാണ് ആലോചിക്കേണ്ടത് കേട്ടാ. ഈ 75 വയസ്സിൽ ഇതാ കിടന്ന് തൃശ്ശൂർ നഗരത്തിന്റെ മധ്യത്തിലാണ് ആ കിടന്ന് കാണിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല. 12 വയസ്സുകാരൻ്റെയും 10 വയസ്സുകാരിയുടെയൊക്കെ ചുറുചുറുക്കോട് കൂടിയാണ് ആ 75 വയസ്സുകാരി. എൻ്റെ പൊന്നമ്മച്ചി, ഞാൻ സമ്മതിച്ച്. നാമം മഹത്വപ്പെടട്ടെ. അതെ, പേരെന്താ? എന്തായാലും അമ്മച്ചി അടിപൊളിയാട്ടോ. അമ്മച്ചി ഇവനെ വെറുതെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അതെ, ആ അമ്മച്ചിക്കും അവിടെയുള്ള സംഘത്തിനും ഒക്കെ നമ്മളുടെ നന്ദി പറയുക. ന്യൂസ് മലയാളം പ്രേക്ഷകർക്കായി അവർ പാട്ടൊന്നും ഇല്ലെങ്കിലും അവിടെ 2 സ്റ്റെപ്പ് വച്ചിരിക്കുകയാണ്. അങ്ങനെ ആഘോഷ കാഴ്ചകളാണ് നമുക്ക് തൃശ്ശൂർ നഗരത്തിൽ കാണാൻ കഴിയുന്നത്. തൃശ്ശൂർ നഗരത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ് ബോൺ നഥാലെ. 170 ഇടവകകളിൽ നിന്നും 15,000 പാപ്പമാർ അണിനിരക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. അതിന് നടുവിലാണ് സഹിൻ ആന്റണി നമുക്കൊപ്പം ചേർന്നത്.